അൽഹംദുലില്ലാഹി വഹദഹു അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. അമ്മാ ബഅദ്. സ്നേഹിതരായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ചോദ്യം, വസ്വാസ് എന്നാൽ എന്താണ്, അഥവാ പിശാചിൻ്റെ ദുർബോധനം, അതിൻ്റെ രൂപവും അതിൽ നിന്നുള്ള രക്ഷയും. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദ് എന്ന ലോകപ്രശസ്ത ഗ്രന്ഥത്തിൽ മാനസിക ആത്മീയമായ രോഗത്തിൻ്റെ ചികിത്സ വിവരിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ്, ഫസ്ലും ഫീമ യഖൂലുഹു വയഫ്അലുഹു മൻ ഇബ്തല ബിൽ വസ്വാസി. വസ്വാസ് കൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഇമാം ബഗവി എല്ലാം വിവരിച്ചിരിക്കുന്നതാണ്. അൽ വസ്വാസ് അൽ ഖൗലുൽ ഖഫി ലി ഖസ്ദിൽ ഇല്ലാൽ. മനുഷ്യരെ വായ്പേൽപ്പിക്കാൻ വേണ്ടി പിശാച് ലഘുവായ ചില ദുർമന്ത്രം ചെയ്യുന്നതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. അത് പിശാച് മനസ്സിൽ ഉണ്ടാക്കുന്നതായിരിക്കും, മനുഷ്യനെ വായ്പേൽപ്പിക്കാൻ, അവൻ്റെ കർമ്മവും അവൻ്റെ വിശ്വാസവും വായ്പേൽപ്പിക്കാൻ വേണ്ടി എന്നാണ് ഇമാം അൽ ബാഗവി റഹ്മത്തുള്ളാഹി വിവരിച്ചത്. അള്ളാഹു കത്രിഷ്കുമാറാകട്ടെ അത്തരം വസ്വാസിൽ നിന്ന്. ആമീൻ. വസ്വാസ് ഞാനിവിടെ പാരായണം ചെയ്തു വെച്ച സൂക്തത്തിൽ സൂറത്ത് അന്നാസിൽ മിനൽ ജിന്നത്തി വന്നാസ്, വസ്വാസ് മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ഉണ്ടാവും. മനുഷ്യ പിശാചുക്കളിൽ നിന്നും അഥവാ അധർമ്മകാരികളിൽ നിന്നും, അതേപോലെ പിശാചിലെ അധർമ്മകാരികളിൽ നിന്നും ഉണ്ടാകുമെന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ വിവരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വലമ്മ കാന ശൈത്താനു അലാ നോഅൈന്, രണ്ട് തരം പിശാചുക്കളുണ്ട്. നോഉൻ യുറാ ഇയാനൻ വഹുവ ശൈത്താനുൽ ഇൻസ്. കണ്ണുകൊണ്ട് കാണുന്ന, നമുക്കറിയാം അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവർ എല്ലാവരും പിശാചാണ്. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ദുർമന്ത്രം ഉണ്ടാവും. നമ്മൾ നന്മകൾ പഠിക്കുമ്പോഴും നമ്മൾ ജീവിത പരിശുദ്ധി പാലിക്കുമ്പോഴും എല്ലാം അതെല്ലാം നീ എന്തിനാണ് നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണെന്ന് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് സുഖം ഉണ്ടാക്കിയത്, സമാധാനം ഉണ്ടാക്കിയത്, ആസ്വാദനം ഉണ്ടാക്കിയ എല്ലാം അത് വസ്വാസ് തിന്നിട്ട് അത് നിനക്ക് ലഭിക്കുക വിശുദ്ധ ഖുർആനിന് ദൂരെ പോയാലാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ വരുന്നതിനനുസരിച്ചാണ് ഈമാനിൻ്റെ ടേസ്റ്റിൽ ആസ്വാദനം കൂടുക. അപ്പോൾ അതിനെതിരെ അതെല്ലാം അതിൽ ഖുർആനിന് ദൂരെ പോയാലാണ് നിനക്ക് ആസ്വാദനം കൂടുക എന്ന് പറയുന്നത് ഒരു വസ്വാസിന് ഉദാഹരണമാണ്. അത് മനുഷ്യനും ചെയ്യും. മിണ്ടാതിരിക്കുമ്പോൾ, ആരുമില്ലാതിരിക്കുമ്പോൾ ഹൃദയത്തിൽ ചെയ്യുന്നത് പിശാച് ജിന്നാണ്. അതേപോലെ അത് നമ്മളോട് വന്ന് മനുഷ്യരൂപത്തിൽ പറയുന്നത് മനുഷ്യ പിശാചാണ്. അതാണ് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് കണ്ണിനോട് കാണുന്ന പിശാച്, വ നോയിൻ ലാ യുറ, കണ്ണുകൊണ്ട് കാണാത്ത പിശാച്, വഹുവ ശൈത്താനുൽ ജിന്ന്, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട അധർമ്മകാരികളായ ശൈത്താനാണ് അവർ. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, മനുഷ്യ പിശാചിൽ നിന്ന് വിട്ടുമാറണം. മനുഷ്യ പിശാചിലിൻ്റെ കൂട്ടുകെട്ട് നമ്മൾ അവസാനിപ്പിക്കണം. നമ്മളെ കൂട്ടുകാരാണ് അവർ പിശാചെങ്കിൽ, അതേപോലെ ജിന്ന് പിശാചാണ് എങ്കിൽ അതിൽ നിന്ന് അള്ളാഹുവോട് ശരണം പ്രാപിക്കണം. അമറ സുബ്ഹാനഹു വ തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യക്തഫി മിൻ ശർരി ശൈത്താനിൽ ഇൻസി ബിഇറാദി അൻഹു വൽ അഫ്വി. ദുർമന്ത്രം ചെയ്യുന്ന പിശാച് മനുഷ്യനാണെങ്കിൽ അവനിൽ നിന്ന് വിട്ടുമാറുക, അവനക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. വദഫ് ബില്ലദി അഹ്സൻ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം കൊണ്ട് അവനെ പ്രതിരോധിക്കുക. പിന്നെ ശൈത്താനിൽ ജിന്ന്, ജിന്നാണ് നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, കാണാത്ത ഹൃദയത്തിൽ വരുന്ന വസ്വാസാണെങ്കിൽ വമിന ശൈത്താനിൽ ജിന്ന് ബിൽ ഇസ്തിആദത്തി ബില്ലാഹി മിൻഹു, അള്ളാഹുവോട് ശരണം തേടി, അള്ളാഹുവോട് രക്ഷ തേടി അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവിത വിശുദ്ധിയിൽ നമ്മൾ വരുമ്പോൾ മനുഷ്യ പിശാചും നമ്മളെ ദുർബോധനം നടത്തി പിന്തിരിക്കാൻ നോക്കും, ജിന്ന് പിശാചും ദുർബോധനം നടത്തി പിന്തിരിക്കാൻ നോക്കും.
അതിനെ ഒരു കവിതാ രൂപത്തിൽ ഇമാം ഇബ്നു കയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിൽ വിവരിച്ചത് ഫമാ ഹുവ ഇല്ലാ ഇസ്തിആദത്തുൽ ആരിആ അബിദ്ദഫ് ബിൽ ഹുസ്ന ഹുമാ ഖൈറു മത്ലൂബ്. കാണുന്ന പിശാചിൽ നിന്ന് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. കാണാത്ത പിശാചിൽ നിന്ന് അഥവാ ജിന്നി പിശാചിൽ നിന്ന് അള്ളാഹുവരോട് ശരണം തേടുക. സൂറത്ത് നാസും ഫലക്കും ഇഖ്ലാസും കുലൗദു റബ്ബിനാസും കുലൗദു റബ്ബിൽ ഫലക്കും കുൽഹു അല്ലാഹു അഹദും തുടർച്ചയായിട്ട് പാരായണം ചെയ്യുക. ഇടത്ത് ഭാഗത്തേക്ക് ഉമ്മിനീർ പാറിച്ച് ഊതുക. ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞ് ഉമ്മിനീർ പാറിച്ച് ഊതുക. വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിലും നബിചര്യയിലും അല്ലെങ്കിൽ നബിയിലും ഞാൻ അത്യധികം വിശ്വസിച്ചിരിക്കുന്നെന്ന് പറയുക. അതേപോലെ വിശ്വസിക്കുക. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ദൂരെ പോകുന്നതനുസരിച്ച് ഒസ്വാസ് വർദ്ധിക്കുകയും അതിലേക്ക് അടുത്തു വരുന്നതനുസരിച്ച് ഒസ്വാസ് കുറയുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലേക്കും നബിചര്യയിലേക്കും കഴിയുന്നത്ര അടുക്കുക. അപ്പോൾ ഒസ്വാസ് മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.